ഇഡി അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്തത് ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നുവെന്ന പഴുതുണ്ടാക്കി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിന് നീക്കം നടത്തുകയാണ്. സമ്മർദ്ദം ശക്തമാക്കി കെജ്രിവാളിനെ രാജിവെപ്പിക്കുകയാണ് തന്ത്രം. രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചതോടെ മറ്റൊരാളെ മുഖ്യമന്ത്രിയുടെ പകരക്കാരനാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് മേൽ സമ്മർദ്ദമേറുന്നുണ്ട്. അതേസമയം കെജ്രിവാളിന്റെ ഭാര്യ സുനിതയെയോ ഡൽഹി മന്ത്രി അതിഷി മർലേനെയോ പരിഗണിച്ചേക്കും. ഇഡിയുടെ അറസ്റ്റിനു പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനും കൂടിക്കാഴ്ച നടത്തി. കെജ്രിവാളും ഹേമന്ത് സോറനും ജയിലിൽ കഴിയുന്നതിനിടയിലായിരുന്നു ഇരുവരും ഡൽഹിയിൽ കണ്ടത്. ജാർഖണ്ഡിൽ നടന്ന അതേ സംഭവമാണ് ഡൽഹിയിൽ ആവർത്തിച്ചതെന്നും ഇതിനെതിരെ ഒരുമിച്ച് പോരാടുമെന്നും കൽപ്പന സോറൻ പറഞ്ഞു. എന്റെ ഭർത്താവ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡ് മുഴുവനായും സുനിത കെജ്രിവാളിനോടൊപ്പം നിൽക്കും. ഞങ്ങളുടെ മുഴുവൻ വിഷമം പങ്കുവയ്ക്കുകയാണ്. ഈ പോരാട്ടം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം, കൽപ്പന വ്യക്തമാക്കി. അതേസമയം മദ്യനയക്കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സംഭവത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. മറ്റു രാജ്യങ്ങൾ സ്വന്തം വിഷയങ്ങൾ പരിഹരിച്ചാൽ മതിയെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. അതിനിടെ അറസ്റ്റിനെതിരെ ദില്ലിയിൽ നടക്കാനിരിക്കുന്ന റാലി ശക്തി പ്രകടമാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമം തുടങ്ങി. ദില്ലി രാംലീല മൈതാനിയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ റാലി നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായാണ് റാലി നടത്തുന്നത്. ചടങ്ങ് ശക്തി പ്രകടനമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി. പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ ദില്ലിയിൽ വീടുകയറി പ്രചരണം തുടരുകയാണ്. റാലിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ശരത് പവാറും തേജസ്വി യാദവും സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്ന് ദില്ലി മന്ത്രി ഗോപാൽ റായ് പറഞ്ഞു. അതേസമയം കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കേസിൽ ഉൾപ്പെട്ട ഗോവയിലെ നേതാക്കൾക്കൊപ്പം ഇരുത്തി ദില്ലി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമെന്നാണ് ഇഡി അറിയിച്ചത്. അതേസമയം എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിക്കാൻ വാട്സപ്പ് ക്യാമ്പയിന് തുടക്കമിട്ട് ആം ആദ്മി പാർട്ടി. കെജ്രിവാൾക്കോ ആശീർവാദ്, അതായത് കെജ്രിവാളിന് ആശംസകൾ എന്ന പേരിലാണ് പ്രചരണം. ഇഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഏപ്രിൽ 1 വരെ നീട്ടി കോടതി ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.